ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോകുലത്തിലെ ബാലലീലകളുടെ കഥയും ആ കഥകളുടെ സാരാംശത്തെയും തത്വത്തെയും സംക്ഷിപ്തമായിട്ട് നമ്മളിപ്പോൾ ഭാഗവത ധ്യാനത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭഗവാൻ വൃന്ദാവനത്തിലാണ്. ഭഗവാന്റെ വൃന്ദാവനത്തിലെ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച ലീലകളെക്കുറിച്ചും ആ ലീലകളിലെ തത്വങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗോകുലത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന ആപത്തുകളെ പരിഗണിച്ചുകൊണ്ട് ഗോകുലവാസികളെ, അവിടുത്തെ മുതിർന്ന ആളുകളുടെ ആഗ്രഹപ്രകാരം അവർ ഗോകുലത്തിൽ നിന്നും താമസം മാറ്റുകയാണ്. അവർ വൃന്ദാവനത്തിലേക്കാണ് താമസം മാറ്റിയത്. വൃന്ദാവനത്തിലെ ഭഗവാൻ പ്രവേശിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ബഗപ്പക്ഷിയുടെയും അതുപോലെ ഒരു വത്സം എന്ന് വെച്ചാൽ ഒരു പശുവിന്റെയും രൂപത്തിൽ വന്ന വത്സാസുരനെയും ബഗാസുരനെയും ഭഗവാൻ വധിച്ചതായിരിക്കുന്ന രംഗവും നമ്മളിവിടെ കഥയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വൃന്ദാവനത്തിലെ ചില കഥകളെ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കഥകളിലെ തത്വം അറിയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് ഇപ്പോ ദശമസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം മുതലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് വിചാരം ചെയ്യുവാനായിട്ടുള്ളത്. 12-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ വനഭോജനം എന്ന് പറയുന്ന അദ്ഭുത ലീലയെക്കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാരായിരിക്കുന്ന ഗോപകുമാരന്മാരും ഒരു തീരുമാനമെടുത്തു. അവരുടെ ഉച്ചഭക്ഷണം കാട്ടിൽ വെച്ചിട്ടാകാം എന്നവർ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും അതുപോലെ എന്താ പറയുക, നമ്മുടെ ഗോപകുമാരന്മാരെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണ സാധനങ്ങളെയെല്ലാം പാത്രങ്ങളാക്കിയിട്ട് അവർ അത് ഉറിയിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് പശുക്കുട്ടികളെയെല്ലാം തെളിച്ച് മേയിച്ചുകൊണ്ട് ഉത്സാഹഭരിതരായിട്ട് അവരെല്ലാവരും കാട്ടിലെത്തിച്ചേരുകയാണ് ഉണ്ടായത്. കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അവര് ആ ഉറികളെല്ലാം മരക്കൊമ്പിൽ കെട്ടി തൂക്കി ഇടുകയും ചെയ്തു. ഉറികൾ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം അവർ അവരുടെ പശുക്കുട്ടികളെയെല്ലാം നല്ല പുല്ലുള്ള സ്ഥലത്തേക്ക് മേയുവാൻ വേണ്ടിയിട്ട് വിടുകയും ചെയ്തു. പശുക്കുട്ടികളെ പുല്ല് മേയാൻ വിട്ടതിന് ശേഷം ഭഗവാനും കുട്ടികളുമെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നല്ല ബാലക്രീഡകൾ, നല്ല കളികൾ ചെയ്യുകയും ചെയ്തു. അവരെങ്ങനെയൊക്കെ കളിച്ചത്? അവിടെ കുരങ്ങന്മാരെ പോലെ മരത്തിലേക്ക് അങ്ങോട്ട് കയറും. പിന്നെയോ തവളകളെ പോലെ വെള്ളത്തിൽ അങ്ങോട്ട് ചാടിയിട്ട് ഊളിയിട്ട് പോകും. പിന്നെ മയിലിനെ പോലെ നൃത്തം വയ്ക്കും. അങ്ങനെ
പിന്നെന്താണ് അവർ ചെയ്തിരുന്നത്? അവരുടെ, അതായത് ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് വനപുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും മനോഹരമായിട്ട് വേഷം കെട്ടി ഭഗവാനെ അവര് സുന്ദര രൂപമാക്കി തീർക്കും. അങ്ങനെ ഉള്ള ആ ഭഗവാന്റെ വനലീലകള്, വൃന്ദാവന ലീലകള് നോക്കൂ. ദിവ്യ സംവത്സരങ്ങളോളം തപസ് ചെയ്യുന്ന യോഗീശ്വരന്മാർക്ക് പോലും അത്തരത്തിലുള്ള ഭഗവത് ലീലകള് ആസ്വദിക്കുവാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ നേരിട്ട് പ്രത്യക്ഷമായിട്ട് കാണുവാൻ സാധ്യമല്ല. ഇന്ന് ഇവിടെ നോക്കൂ, ഏതൊരു ഭഗവാന്റെ പാദരേണുവാണോ സുദുർലഭമായിട്ടിരിക്കുന്നത്, ആ സച്ചിദാനന്ദ പരബ്രഹ്മമായ ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി നിരന്തരം ക്രീഡിക്കുവാൻ സാധിക്കുന്ന ആ ഗോപകുമാരന്മാരുടെ സൗഭാഗ്യം ആർക്കാണ് പറഞ്ഞറിയിപ്പിക്കുവാൻ സാധിക്കുക? അങ്ങനെ അവര് നിർഭയം കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് അവരുടെ മുമ്പില് അഘാസുരൻ എന്ന് പറയുന്ന ഒരു മഹാസുരൻ എത്തിച്ചേരുകയാണ്. ആ മഹാസുരൻ ഭയങ്കര ദുഷ്ടനായിരുന്നു. മഹാദുഷ്ടനായ ആ കംസഭൃത്യൻ ഭഗവാനെയും കുട്ടികളെയും ഒരുമിച്ച് നശിപ്പിക്കണം എന്നുള്ള ആലോചനയോട് കൂടിയിട്ട് അവര് എന്തു ചെയ്തു? പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വായും പൊളിച്ചിട്ട് അഘാസുരൻ കിടന്നു. അപ്പോ പാമ്പിന്റെ ആ തുറന്നു വെച്ചിരിക്കുന്ന വായു കണ്ടപ്പോൾ കുട്ടികൾക്കെല്ലാം തോന്നിയത് അത് വൃന്ദാവനത്തിലെ ഒരു വലിയ ഗുഹയാണെന്നാണ്. അങ്ങനെ അവർ ഗുഹയിൽ ഒളിച്ചു കളിക്കാനുള്ള മോഹത്തോടു കൂടിയിട്ട് ഉത്സാഹപൂർവം അവർ അഘാസുരന്റെ വായിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു. അപ്പൊ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ കൂട്ടുകാരെ രക്ഷിക്കുവാനും ആ പരമദുഷ്ടനെ നിഗ്രഹിച്ച് അനുഗ്രഹിക്കുവാനുമായിട്ട് അഘാസുരന്റെ വായിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു. ഇപ്പൊ ഭക്തന്മാര് കിടക്കുന്ന ആപത്തില് ഭഗവാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് കാണിക്കുകയാണോ എന്ന് നമുക്കിവിടെ തോന്നിപ്പോകും. അതാണ് ഈ ഭക്തജനങ്ങളെ പീഡിപ്പിച്ച അതിന്റെ പീഡനം, അത് ദൈവത്തിനും അങ്ങനെയുണ്ട്. ആ ദൈവശാപം, ദൈവകോപമാണ് ആ ഭക്തരെ ദ്രോഹിക്കുന്നവർക്ക് എന്താണ് ദോഷമായിട്ട് ഭവിക്കുന്നത് എന്ന് ഭഗവാൻ നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ഇവിടെ കണ്ടില്ലേ, മുമ്പ് ബകാസുരന്റെ ഉള്ളില് ഒറ്റയ്ക്ക് കടന്ന ഭഗവാന് അഘാസുരന്റെ ഉള്ളിൽ ഭക്തന്മാരോടുകൂടി കടന്നു നോക്കണമെന്നാണ് തോന്നിയത്. അങ്ങനെ ഭഗവാനും ഉള്ളിൽ കടന്നത് കണ്ടപ്പോഴോ അഘാസുരൻ വളരെ വലിയ സന്തോഷമായി. കാരണം താൻ വിചാരിച്ചതുപോലെ ഇപ്പോ കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഭഗവാന് മാത്രമല്ല, ഭഗവാന്റെ കളിക്കൂട്ടുകാരെയും ഒരുമിച്ചില്ലാതാക്കുവാനുള്ള സുവർണ അവസരം തനിക്കിപ്പോ വന്ന് ചേർന്നിരിക്കുകയാണ്. ആ സന്തോഷത്തോടുകൂടി അഘാസുരന് എന്ത് ചെയ്തോ, അങ്ങനെ ആ തറന്നിരുന്നതായിരിക്കുന്ന വായ കൂട്ടി അടച്ചു. അപ്പോഴോ കണ്ട പ്രദേശം വരെ കടന്നു ചെന്ന ആ ലീലാമാനുഷ്യ വിഗ്രഹൻ എന്ത് ചെയ്തു? അഘാസുരൻ വായ അങ്ങോട്ട് അടച്ചു എന്ന് കണ്ടപ്പോ ആ ലീലാകൃഷ്ണൻ തന്റെ രൂപത്തെ അങ്ങോട്ട് വലിയതാക്കുവാൻ ആരംഭിച്ചു. അപ്പോഴെന്താണ്, രൂപം അങ്ങോട്ടങ്ങ് ആ ഗുഹയിലിരുന്ന് അഘാസുരന്റെ വായിലിരുന്നിട്ട് അങ്ങനെ അങ്ങ് വലുതാകാൻ തുടങ്ങിയിട്ട് എന്തായി സ്ഥിതി? അഘാസുരനെ ഇറക്കുവാനും തുപ്പുവാനും കഴിയാതെ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെയോ
ശ്വാസം മുട്ടി വാലിട്ട് അടിച്ച് കണ്ണ് തുറിച്ച് കണ്ടം പൊട്ടി ആ അസുരന്റെ പ്രാണൻ പോവുകയും ചെയ്തു. കരുണാവാരിധിയായ ഭഗവാൻ കുട്ടികളെ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ച് അവരോട് കൂടിയിട്ട് പുറത്തേക്ക് വരികയും ചെയ്തു. സഹാസുരന്റെ ജീവചൈതന്യം എല്ലാവരും കാണുക ഭഗവത് സ്വരൂപത്തിൽ ചേർന്ന് കണ്ട ദേവന്മാര് ആ സന്ദർഭത്തിൽ അവിടെ പുഷ്പവൃഷ്ടിയെ ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇവിടെ പ്രത്യക്ഷമായിട്ട് മോക്ഷം കൊടുക്കുക എന്നത് ഈ ശ്രീകൃഷ്ണാവതാരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഋഷി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പെരുമ്പാമ്പിനെ കൊന്ന ഈ അത്ഭുത ചരിത്രം ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഗോപന്മാരെ അവരവരുടെ ഭവനങ്ങളിൽ ചെന്ന് അറിയിപ്പിച്ചത്. അപ്പൊ ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ആർക്ക്? ഇതിപ്പോ ആരോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രീ പരീക്ഷത്തിനോട് ശ്രീ ശുഖബ്രഹ്മർഷിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അഘാസുരനെ ഭഗവാൻ പതിച്ചുവോ എന്നുള്ള കഥ ഒരു വർഷം കഴിഞ്ഞിട്ട് വൃന്ദാവനത്തിൽ അറിയിപ്പിച്ചു എന്ന് കേട്ടപ്പോ പരീക്ഷിത്ത് കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്, അഘാസുരമോക്ഷം ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം അത് അന്ന് കഴിഞ്ഞ പോലെ പറയുവാൻ എന്താണ് കാരണം? ആ കാരണത്തെ അവിടുന്ന് വിസ്തരിച്ച് ഉപദേശിച്ചു തരണം എന്നാവശ്യപ്പെടുകയാണ്. ഈ ചോദ്യം കേട്ടപ്പോഴോ ഭഗവത് കഥാലീലാമൃതത്തിൽ നിമഗ്നനായിരുന്ന ആ ശ്രീ ശുഖബ്രഹ്മർഷി അത്യത്ഭുതമായിരിക്കുന്ന ആ കഥയെ പറയുവാൻ ആരംഭിക്കുകയും ചെയ്തു. കഥ പറയുകയാണ്. മഹാരാജൻ, അങ്ങയുടെ ചോദ്യം തന്ത്രഭോജനം തന്നെയാണ്. ശ്രോതാവിന്റെ ശ്രദ്ധയാണ് കഥകൾക്ക് പുതുമയുണ്ടാക്കി കൊടുക്കുന്നത്. കേൾക്കുവാൻ വേണ്ടി ഞാൻ ആ കഥയെ പറയാം. അഘാസുരനെ മോക്ഷം കൊടുത്ത ശേഷം ഭഗവാൻ കുട്ടികളോടും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ അവരെന്താണ്, ആ പുഴവക്കത്ത് പച്ചപ്പുല്ല് പടർന്നു പിടിച്ച് പുൽത്തകിടിയിൽ കുട്ടികളെല്ലാം അങ്ങനെ വട്ടത്തിലിരുന്നു. ഭഗവാനോ നടുക്കിലിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ഭഗവാൻ ഒരുപോലെ അറിയുവാൻ കാണുവാൻ സാധിക്കുക. അപ്പൊ താമര പൂവിന്റെ ദളങ്ങളുടെ നടുക്ക് കണ്ണി എന്ന പോലെ ഭഗവാൻ അവരുടെ നടുക്ക് അങ്ങനെ പരിശോധിക്കുകയും ചെയ്തു. ഓടക്കുഴല് അരക്കെട്ടിൽ തിരികെയും കൊമ്പും വടിയും ഇടത്തെ കക്ഷത്തിൽ വെച്ചും അമൃത സദൃശ്യമായ ചോറുരുള ഇടത്തെ കൈയിൽ വെച്ചും വിരലുകളുടെ ഇടയിൽ ഉപ്പേരി തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒതുക്കി വെച്ചും കൊണ്ടുള്ള ഭഗവാന്റെ ഇരിപ്പ് വളരെ 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 മനോഹരമായി പ്രകാശിച്ചു. അവർ അന്യോന്യം ഭക്ഷണ സാധനങ്ങൾ കൈമാറി അതിന്റെ രുചി ആസ്വദിച്ചും ചിരിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും ആഹ്ലാദഭരിതമായിട്ട് ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിച്ചു തുടങ്ങി. നോക്കൂ, പരിശുദ്ധമായ യാഗശാലയിൽ പോലും സാന്നിധ്യം ചെയ്യാൻ മടിക്കുന്ന പൂർണ്ണ ബ്രഹ്മം ഇടയ ബാലന്മാരുടെ നടുക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴോ ദേവന്മാര് പോലും വിസ്മയഭരിതരായിപ്പോയി. ആ സന്ദർഭത്തിൽ ആ കാഴ്ച ബ്രഹ്മദേവനും കാണുകയാണ്. അപ്പൊ ആദിമഹാദേവൻ, ആദി നാരായണൻ ഇപ്പൊ ഈ മനുഷ്യഭാവത്തെ മനുഷ്യനാട്യത്തെ സ്വീകരിച്ചപ്പോൾ ഇപ്പോഴും
ഭഗവാനെല്ലാം ദിവ്യമായിരിക്കുന്ന പരിപൂർണത നിലനിൽക്കുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചറിയാൻ നമ്മുടെ ബ്രഹ്മദേവന് ഒരു മോഹം തോന്നി. അപ്പോഴോ ബ്രഹ്മദേവൻ ഭഗവാനെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ദൂരത്ത് നിന്ന് പുല്ല് തിന്നുകൊണ്ടിരുന്ന പശുക്കളെയെല്ലാം ബ്രഹ്മാവ് തന്റെ മായാശക്തി കൊണ്ട് അങ്ങോട്ട് മറച്ചു. ബ്രഹ്മാവിന്റെ ഈ ലീല സർവാന്തര്യാമിയായി സദാ പ്രകാശിക്കുന്ന ഭഗവാനെ അറിയാതിരിക്കുകയോ? ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ ബ്രഹ്മദേവന്റെ ലീല അങ്ങോട്ട് പൂർണ്ണമായിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പശുക്കുട്ടികളെ, നമ്മുടെ പശുക്കുട്ടികളെ ഒന്നും ഇവിടെ കാണാനില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, ഞാൻ നമ്മുടെ പശുക്കുട്ടികളെയൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പശുക്കുട്ടികളെയും അന്വേഷിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പൊ ഈ സമയത്ത് ബ്രഹ്മാവ് ഗോപന്മാരെയും മറച്ച് ബ്രഹ്മലോകത്തിലേക്ക് അങ്ങോട്ട് പോയി. ഇപ്പൊ ഭഗവാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പശുക്കുട്ടികളെയും കൂട്ടുകാരായ കുട്ടികളെയും ബ്രഹ്മദേവൻ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? തന്റെ മായാശക്തി കൊണ്ട് മറച്ചു കളഞ്ഞു. അപ്പോ ഇതെല്ലാം അറിയുന്ന ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ കൂടെ എത്ര പശുക്കുട്ടികളും എത്ര ഗോപന്മാരും ഉണ്ടായിരുന്നുവോ അത്രയും സ്വരൂപമെടുത്തു. അത് മാത്രമാണോ ചെയ്തല്ല, ഉറി, പാത്രം, വടി, കൊമ്പ്, കുഴല് എന്നിവയുടെയും എല്ലാം സ്വരൂപമെടുത്തു. അപ്പൊ എല്ലാ സ്വരൂപവും എന്താണ്? ശ്രീകൃഷ്ണമയമായിട്ട് ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവം ബ്രഹ്മമയം. അതുപോലെ എന്താണ്? ഭഗവാന്റെ കൂടെ വൃന്ദാവനത്തിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാതും ഇപ്പോ ഭഗവാൻ തന്നെ അങ്ങോട്ട് ആ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറി. അങ്ങനെ ആ ആത്മാരാമനായ ഭഗവാൻ താൻ തന്നോടുകൂടി തന്നെ അങ്ങോട്ട് കളിച്ചു. വൈകുന്നേരം എല്ലാവരോടും കൂടിയിട്ട് വ്രജത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കൊല്ലക്കാലം ഭഗവാൻ താൻ തന്നെയാകുന്ന ഗോപന്മാരോട് കൂടിയിട്ട് കളിച്ചു. ആ ഒരു കൊല്ലം തികയുന്നതിന്റെ അടുത്ത ദിവസമാണ് ബലരാമനെ കൂടി ഇതെല്ലാം മനസ്സിലായത്. ബലരാമൻ പോയിട്ടുണ്ടായിരുന്നില്ല. ബലരാമന് പോലും പക്ഷേ ഇതെന്താണ് അവസാന നിമിഷത്തിലാണ് മനസ്സിലായത്. ഭഗവാന്റെ പശുക്കളെയെല്ലാം മറച്ച് ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തിലെത്തിയല്ലോ. അപ്പൊ എന്താ അവിടെ അത്ഭുതം? ബ്രഹ്മദേവൻ അത്ഭുതപ്പെട്ടു അവിടുത്തെ കാഴ്ച കണ്ട്, ബ്രഹ്മലോകത്തെ കാഴ്ച കണ്ട്. എന്താണ്? തന്നെ പോലെ ഒരു ബ്രഹ്മാവ് തന്റെ സ്ഥാനത്തിരിക്കുക. എന്നിട്ടോ ബ്രഹ്മദേവനെ ഇത് കണ്ട് സ്തംഭിച്ചു നിൽക്കുമ്പോൾ ബ്രഹ്മവേഷത്തില് ഇരുന്ന ഭഗവാന്റെ ആ മോഹിതന്മാരായ അവിടുത്തെ കാവൽക്കാരി സാക്ഷാൽ ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്രഹ്മദേവന്റെ കപടവേഷം കെട്ടി വന്ന നിങ്ങൾ ആരാണ്? ഉടനെ ഇവിടം വിട്ട് പോയിക്കൊള്ളണം. ഇത് സൃഷ്ടികർത്താവിന്റെ ശാസനമാണ്. ഇത് കേട്ടതായ ബ്രഹ്മാവ് ലജ്ജയാൽ തലകുനിച്ച് മടങ്ങി വൃന്ദാവനത്തിൽ തന്നെ വന്നു. അപ്പൊ ബ്രഹ്മാവിന് സത്യലോകത്തിൽ പോയി മടങ്ങി എത്തുവാനുള്ള സമയമാണ് ഒരു കൊല്ലക്കാലം വേണ്ടി വന്നത്. ആ വൃന്ദാവനത്തിലെത്തിയ ബ്രഹ്മദേവൻ കണ്ട കാഴ്ച എന്താണ്? അവിടെയും അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച തന്നെയാണ് ബ്രഹ്മദേവനെ കാണുവാൻ കഴിഞ്ഞത്. അതായത് താൻ മറച്ചതായിരിക്കുന്ന പശുക്കളും ഗോപന്മാരും ഭഗവാനോടുകൂടി ഒന്നിച്ചു നിൽക്കുന്നു. അവർ തന്നെ താൻ മറച്ച ദിക്കിലും ഇരിക്കുന്നു. എന്തൊരു അത്ഭുതം! കാരണം താൻ മറച്ച ഗോപന്മാരും പശുക്കുട്ടികളും താൻ മറച്ച സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. എന്നാൽ അതേ ഗോപന്മാരും പശുക്കുട്ടികളും എന്താണ്
ഭഗവാന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. എന്തൊരു അത്ഭുത! ബ്രഹ്മദേവൻ ആശ്ചര്യപരിതനായി. ഇതിലേതാണ് സത്യം? ഇപ്പോൾ താൻ ഭഗവാന്റെ മായയിൽ താൻ കുടുങ്ങിപ്പോവുകയാണോ ചെയ്തത് എന്ന് ബ്രഹ്മദേവൻ ചിന്തിച്ചു. അതോ തന്റെ മായയിൽ ഭഗവാനാണോ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്? വിധികർത്താവായ ബ്രഹ്മദേവന് ഈ വിധിയിലൊരു അന്തിമ വിധി കൽപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ബ്രഹ്മദേവൻ അമ്പരന്ന് നിൽക്കുമ്പോൾ അനേകം വൈകുണ്ഠമൂർത്തികളെ മുന്നിൽ ശോഭിച്ച് നിൽക്കുന്നതും കണ്ടു. ഭഗവാനും ഭഗവാന്റെ ഒന്നിച്ചുണ്ടായിരുന്നവരും എല്ലാം തന്നെ മഹാവിഷ്ണുമാരായിട്ട് തന്നെ ബ്രഹ്മദേവനെ കാണുവാൻ സാധിച്ചു. അങ്ങനെ അനേകായിരം വൈകുണ്ഠങ്ങളെയും വൈകുണ്ഠമൂർത്തികളെയും പരിവാര സമേതം കണ്ട ബ്രഹ്മദേവൻ മോഹാലസ്യപ്പെട്ട് ഹംസവാഹനത്തിലെ നിലം പതിച്ചുപോയി. അല്പസമയം കഴിഞ്ഞ് ബോധം വന്ന് തലപൊക്കി നോക്കിയപ്പോഴോ മുമ്പ് കണ്ടവയെല്ലാം മറഞ്ഞു പോയിരിക്കുന്നു. എന്താ അവിടെ 5 വയസ്സായ ഉണ്ണികൃഷ്ണൻ പീലിയും ഗോപിയും കിങ്ങിണിയും ചാർത്തി പീതാംബരം അരയിൽ കെട്ടി തൃക്കൈയിൽ പകുതി ഊണ് കഴിഞ്ഞ് ഉരുളയും ധരിച്ച് കൂട്ടുകാരെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ബ്രഹ്മദേവൻ കാണുകയും ചെയ്തു. അപ്പോ ലജ്ജയും സങ്കടവും അപരാധബോധവും സഹിക്കാനാവാതെ ഭഗവാന്റെ ത്രിപാദപത്മങ്ങളിൽ 2 നമസ്കാരം ചെയ്ത് 4 ശിരസും പാദത്തിൽ സ്പർശിക്ക വിധം കിടന്നുരുളുകയും ചെയ്തു. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ശിരസുമായി ഗദ്ഗതത്തോടുകൂടി ബ്രഹ്മദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കുവാൻ തുടങ്ങി. എന്തായിരുന്നു ബ്രഹ്മദേവൻ സ്തുതിച്ചത്? നീലമേഘശ്യാമളനും മിന്നിത്തിളങ്ങുന്ന മഞ്ഞപ്പട്ടുടയാട് ചാർത്തിയവനും കുന്നിക്കുരുക്കൊട കടക്കനണിഞ്ഞവനും പീലിയും ഗോപിയും മാലയും അണിഞ്ഞവനും ഓടക്കുഴലും ചോറുരളയും തൃക്കയിൽ ധരിച്ചവനുമായ നന്ദബാലനെ അടിയനിതാ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു. അടിയന്റെ അപരാധങ്ങളെ പൊറുക്കേണമേ. ഗർഭത്തിൽ കിടക്കുന്ന ശിശു പാദം കൊണ്ട് അമ്മയെ ചവിട്ടിയാലും മാതാവ് കോപിക്കുമോ? ഈ ബ്രഹ്മാണ്ടം മുഴുവനും എന്തിരുവടിയുടെ ഉള്ളിൽ കിടക്കുകയല്ലേ? അതിലൊരു മശുവപ്രായനല്ലേ ഈ അടിയനും? അവിടുന്ന് അനുഗ്രഹിച്ച് അരുളിയ സ്ഥാനത്തിരുന്ന് അവിടുന്ന് തന്നതായ പ്രവൃത്തിയെ നിന്തിരുവടിയിൽ അർപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടുന്ന് വാസ്തവത്തിൽ പ്രസാദിക്കുമായിരുന്നു. അവിടുത്തെ പരീക്ഷിക്കുവാൻ നോക്കിയത് തെറ്റാണ്. ക്ഷമിക്കേണമേ. അവിടുത്തെ മഹിമ ആർക്കും അറിയുവാൻ സാധ്യമല്ല. നെന്തിരുവടിയുടെ തൃപ്പാദഭക്തി ഉണ്ടായാൽ അവിടുത്തെ അറിയുവാനും സാധിക്കും. അതുകൊണ്ട് ഭക്തി തന്നെ വലുത്. ഭക്തിയെ വിട്ട് കേവല ജ്ഞാനത്തിനു വേണ്ടി ശ്രമിക്കുന്നത് അരി കിട്ടുവാൻ പതിൽ കുത്തുന്നത് പോലെയാണ്. പരമഭക്തി നിന്തിരുവടിയിൽ സിദ്ധിച്ച ഗോപീഗോപാലന്മാരുടെ പാതിരയുടെ ശിരസ വഹിക്കത്തക്ക വിധം ഈ വൃന്ദാവനത്തിലൊരു പുല്ലായിട്ടെങ്കിലും അടിയനെ ഒരു ജന്മം നൽകണമേ. ബ്രഹ്മാണ്ഡകോടികളെ ഭരിക്കുന്ന ചരാചര ചക്രവർത്തിയായ നിന്തിരുവടിയെ അടിയനിത കൽപ്പാന്തകാലത്തോളം നമസ്കരിക്കുന്നു. പ്രസാദിക്കണമേ. ഇപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ച് ബ്രഹ്മാവിനെ ഭഗവാൻ കടാക്ഷിച്ച് പോയിക്കൊള്ളുവാൻ ആജ്ഞ നൽകി. ബ്രഹ്മദേവൻ ഭഗവാനെ വന്ദിച്ച് ബ്രഹ്മലോകത്തേക്ക് പോയ ശേഷം ഭഗവാൻ ഗോപകുമാരന്മാരുടെ അടുത്ത് ചെന്നു. ഒരു കൊല്ലക്കാലം പോയത് ഭഗവന്മാരാൽ അവർ അറിഞ്ഞിരുന്നതില്ല. 1 മിനിറ്റ് കൊണ്ട് ഭഗവാൻ മടങ്ങി വന്നു എന്നാണ് അവർക്കെല്ലാം തോന്നിയത്. പിന്നീട് എല്ലാവരും കൂടി ഭക്ഷണം മുഴുവനാക്കിയിട്ട് ആ അഘാസുരന്റെ ഉണങ്ങിയ ദേഹം ഗുഹ പോലെ കിടക്കുന്ന കണ്ട അത്ഭുതത്തോടെ അവർ അവരുടെ കുടിലുകളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ വേണുഗാനം ചെയ്തുകൊണ്ടുവരുന്ന
ഭഗവാന്റെ ജഗന്മോഹനമായ സ്വരൂപം കണ്ട ഗോപസ്ത്രീകളെ അത്യാനന്ദം അനുഭവിക്കുകയും ചെയ്തു. അവര് കണ്ണുകൊണ്ട് ഭഗവാന്റെ സൗന്ദര്യാമൃതിനെയും ചെവി കൊണ്ട് വേണുഗാനാമൃതിനെയും പാനം ചെയ്ത് സംതൃപ്തകളായി. ഭഗവാൻ നന്ദമന്ദിരത്തിലും കുട്ടികൾ അവരവരുടെ ഭവനങ്ങളിലും പ്രവേശിച്ചു. അങ്ങനെ ആ പെരുമ്പാമ്പിന്റെ കഥ ഓരോരുത്തരും അവരവരുടെ അമ്മമാരോട് അത്ഭുതത്തോടു കൂടിയിട്ട് പറയുകയും ചെയ്തു. ഇപ്പൊ ഗോപബാലന്മാരും പശുക്കുട്ടികളും മായയിൽ മോഹിച്ച് കിടന്നിരുന്ന ഒരു കൊല്ലക്കാലം ശ്രീകൃഷ്ണ ഭഗവാനാണ് പുത്രരൂപത്തിലെ ഗോപികളുടെ അടുത്ത് പ്രകാശിച്ചിരുന്നത്. ഈ കാലത്ത് ശ്രീകൃഷ്ണനിലുള്ള അതിവാത്സല്യം പുത്രന്മാരിൽ കാണുവാൻ അവർക്ക് സാധിച്ചിരുന്നു. അതിന് കാരണം എല്ലാവർക്കും ആത്മസ്വരൂപത്തിലുള്ള ചൈതന്യത്തെ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ് സ്നേഹം. ആത്മാവായ ഭഗവാനോട് കൂടിയുള്ള ബന്ധം കൊണ്ട് ദേഹത്തെ സ്നേഹിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഭഗവത് അംശം ദേഹത്തിലും പുത്രനിലും ഭാര്യയിലും ഉള്ളതുകൊണ്ട് അവർ പരസ്പരം സ്നേഹിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ പൂർണ്ണനായ ഭഗവാൻ നേരിട്ട് പ്രകാശിച്ചാൽ പിന്നെ അവിടെ സ്നേഹാതിരേകം വരുന്നതിൽ അത്ഭുതമുണ്ടോ? ഈ ആശയവും കൂടി ശ്രീ ശുഖബ്രഹ്മർഷി രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയും ചെയ്തു. ഇപ്പോ നമ്മളിവിടെ ഭഗവാന്റെ വത്സസ്തേയം എന്നുള്ള ലീലയെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ കഥകളിലെ തത്വത്തെ ഒന്ന് ചെറുതായിട്ട് ഈ സന്ദർഭത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ വൃന്ദാവന യാത്ര, അവര് നല്ല മുഹൂർത്തത്തിലായിരുന്നു യാത്ര വൃന്ദാവനത്തിലേക്ക് പോയത്. ഇവിടെ വൃന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? തുളസി. തുളസി എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ തുലനം ചെയ്യാൻ പറ്റാത്ത വാസ്തവത്തിൽ എന്താണ്? മനസ്സാണ്. ഇപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടം വൃന്ദയോടാണ് എന്ന് പറഞ്ഞാലോ, മനസ്സിന്റെ യഥാർത്ഥ രൂപം സത്വഗുണമാണ്. അപ്പൊ ആ സത്വഗുണമുള്ളിടത്തെ വൃന്ദ വളരുകയുള്ളൂ. അതാണ് തുളസി. തുലനം ചെയ്യാൻ പറ്റും ആ മനസ്സിൽ. അപ്പൊ സത്വഗുണം, ഭഗവത് ഭക്തി ഉണ്ടാകണം. അപ്പൊ അവിടെ സത്വഗുണം വർദ്ധിക്കും. അപ്പൊ മനസ്സ് ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടുമ്പോഴോ അവിടെ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഇടമായിട്ട് തീരും. പിന്നെ ഇവിടെ വനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയം. ഇപ്പോ യമുന, ഗംഗ, സരസ്വതി ഇങ്ങനെ 3 നദിയുടെ തീരങ്ങളിലാണ് നമ്മുടെ ഈ ഭാഗവതത്തിലെ കഥകൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ യമുന എന്ന് പറഞ്ഞ ഭക്തിയുടെ പ്രവാഹമാണ്. ഗംഗ എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ പ്രവാഹമാണ്. സരസ്വതി എന്ന് പറഞ്ഞാലോ അത് സദ്ധർമ്മത്തിന്റെ പ്രതീകവുമാണ്. അപ്പൊ ഇവിടെ ഈ സൃഷ്ടി വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മയോഗം അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. കർമ്മമോ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കർമ്മത്തിന്റെ ഫലമായിട്ട് ചിത്തശുദ്ധിയും ചിത്തശുദ്ധിയുടെ ഫലമായിട്ട് ജ്ഞാനവും ഉണ്ടാകും. അങ്ങനെ അവര് വൃന്ദാവനത്തിൽ പ്രവേശിച്ചതും എന്താ? വത്സാസുരനെയാണ് വധിക്കുന്നത്. വത്സാസുരൻ അതായത് പശുക്കുട്ടിയുടെ രൂപത്തിലാണല്ലോ കൊല്ലുവാൻ. അപ്പൊ കൊല്ലുക എന്നുള്ളത് മൃഗീയ വാസനകളാണ്. അപ്പൊ മൃഗീയ വാസനകളെ നശിപ്പിക്കലാണ്. കൊല്ലുവാൻ വരുന്നത് കാരണം തമോ ഗുണാഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ തമോ ഗുണം എന്ത് ചെയ്യും? സ്വാർത്ഥതയുണ്ടാക്കും. ശരീരബോധത്തിൽ നിന്നാണ് സ്വാർത്ഥതയുണ്ടാകുന്നത്. അപ്പൊ ബോധം പോകാൻ എന്ത് വേണം? ശരീരത്തിന് ആരോഗ്യം വേണം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണമെങ്കിലോ കൃത്യനിഷ്ഠ വേണം, ആഹാരനിഷ്ഠ വേണം. അപ്പോ സത്വഗുണം ഉണ്ടാകും. സത്വഗുണത്താലോ ശരീരബോധം ഇല്ലാതെയാവുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് ആ ഭഗാസുര പഥത്തിൽ നിന്നും ബോധിക്കേണ്ടതാണ്. അല്ല, മറ്റേ നമ്മുടെ ആ വത്സാസുര പഥത്തിൽ നിന്നും. ഇനി
ബകാസുര പദത്തിൽ നിന്ന് ബകം എന്ന് വെച്ചാൽ കൊച്ചിയുടെ നിറം എന്താണ്? വെളുപ്പാണ് എന്ന് വെച്ചാൽ സത്വഗുണം. സ്വഭാവം ഇവിടെ എന്താണ്? ഈശ്വരനെ കൊല്ലൽ. ഈശ്വരനെ കൊല്ലെന്ന് പറഞ്ഞാൽ ഈശ്വരനെ മറക്കലാണ്. എന്ന് വെച്ചാൽ ഗുണം മൂന്നും വൈശികം തന്നെയാണ്. സത്വഗുണായാലും രജോഗുണായാലും തമോ ഗുണായാലും ഒന്നിനൊന്ന് ശ്രേഷ്ഠമെന്നേയുള്ളൂ. തമോ ഗുണത്തേക്കാൾ ശ്രേഷ്ഠം രജോഗുണം, രജോഗുണത്തേക്കാൾ ശ്രേഷ്ഠം സത്വഗുണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ അസുരൻ എന്ന് പറഞ്ഞാലോ അഹങ്കാരമാണ്. ഇവിടെ ബകാസുരൻ എന്ന് പറയുന്നത് പൂതനയുടെ സഹോദരനാണ്. അപ്പോ അവിദ്യയാണ് അഹങ്കാരത്തെ വാസ്തവത്തിൽ ഉള്ളതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഭഗവാന്റെ വനഭോജനം എന്നുള്ള ലീലയെ കുറിച്ചിട്ടാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇവിടെ ആ വത്സസ്തേയം കഥകളിൽ എന്താണ്? ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ലീലാസ്മരണകൾ നമുക്ക് ഭക്തി വളർത്തുവാൻ സഹായകമാകും. അഹങ്കാരം തീർത്തും പോകുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. അപ്പൊ ഭക്തിക്ക് സജ്ജന സംസർഗം ഉണ്ടാകണം. അങ്ങനെ ഭക്തി വളർത്തിയവർക്കോ ഗ്രഹം, കുടുംബം തുടങ്ങിയവ കാരാഗ്രഹമായിട്ട് തീരുകയില്ല. എല്ലാം ഭഗവാനായിട്ട് കാണണം. ഈ ബന്ധം എങ്ങനെയാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്? പദാർത്ഥങ്ങളായിട്ട് കാണുമ്പോൾ മാത്രമാണ്. ഇന്നത്തെ യോഗഭൂമിക എന്താണ്? അസംശക്തിയാണ്. അപ്പൊ അസംശക്തി വളരണമെങ്കിൽ എന്ത് വേണം? ആസക്തി പോകണം. ആസക്തി പോകണമെങ്കിലോ ഭക്തിയും വേണം. ഇപ്പൊ വത്സസ്തേയം എന്നുള്ളത് രജോ ഗുണജയത്തിന്റെ കഥയാണ്. രജോ ഗുണജയം അതാണ് അവിടെ ബ്രഹ്മദേവൻ രജോ ഗുണത്തിന്റെ പ്രതീകമാണ്. പിന്നെ അഘാസുരവധം. എന്നാ ഭോഗം വിനാ കന്യതേ ഇതി അഘഹ എന്നാണ്. കൊന്നാൽ പാപം തിന്നാൽ തീരും. അപ്പോ ഇവിടെ അസംശക്തി വരണമെങ്കിൽ പാപവാസനകളൊക്കെ നശിക്കണം. ഇവിടെ കൃഷ്ണൻ ഉള്ളിൽ കയറിയാൽ അവരെ രക്ഷിച്ചേ ഇറങ്ങൂ. ഇപ്പൊ ഇവിടെ ബ്രഹ്മരന്ധ്രം പൊട്ടിയിട്ടാണ് അകാസുരന്റെ പോക്ക്. അപ്പോൾ അത് യോഗികളുടെ ഗതിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ നമുക്ക് ഇത്തരം കഥകളിൽ നിന്ന് ബോധിക്കണം. ഇവിടെ അസംശക്തി വളരാൻ നമുക്ക് ഈശ്വരനിൽ ഭക്തി വളർത്തണം. അതിന് ഗുരുപദേശമായിട്ട് ഒരു മൂലമന്ത്രത്തെ ജപിക്കുകയും രൂപത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന കർമ്മത്തേക്ക് അവിടുത്തെ പൂജയായിട്ട് ആചരിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഭഗവാന്റെ മറ്റു ലീലകളെക്കുറിച്ച് ആലോചിക്കുവാൻ ആരംഭിക്കാം.